രാഷ്ട്രീയ ഭാരതത്തിന്റെ ഹൃദയമായ മുംബൈയിൽ നിന്നും അങ്ങേയറ്റം നാടകീയമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. 3 പതിറ്റാണ്ടുകാലം താക്കറെ കുടുംബം അടക്കി വാണിരുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കോർപ്പറേഷനായ BMC ഭരണത്തിൽ വൻ അട്ടിമറി. അധികാരം പിടിച്ചെങ്കിലും BJP സഖ്യം ഇപ്പോൾ പേടിച്ചു വിറച്ചിരിക്കുകയാണ്. കേവലം 4 സീറ്റുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ഭരണമുറപ്പിച്ച BJP ഷിൻഡെ സഖ്യം സ്വന്തം കോർപ്പറേറ്റർമാരെ ഹോട്ടലിൽ തടങ്കലാക്കിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ BJPക്ക് ലഭിച്ചത് 89 സീറ്റുകളാണ്. കൂടെയുള്ള ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 29 സീറ്റുകളും നേടി. ആകെയുള്ള 227 സീറ്റുകളിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടത് 114 സീറ്റുകൾ. BJP സഖ്യത്തിന് നിലവിലുള്ളത് 118 സീറ്റുകൾ മാത്രം. അതായത് മാന്ത്രിക സംഖ്യയേക്കാൾ വെറും 4 സീറ്റുകളുടെ മാത്രം വ്യത്യാസം. ഈ 4 സീറ്റുകൾ എപ്പോൾ വേണമെങ്കിലും മറിയാം എന്ന ഭയമാണ് ഇപ്പോൾ ഭരണപക്ഷത്തെ വേട്ടയാടുന്നത്. ഉദ്ധവ് താക്കറെയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ കോർപ്പറേറ്റർമാർ വീണു പോകുമോ എന്ന പേടിയിൽ വിജയിച്ച നവാഗതരായ അംഗങ്ങളെ ഉടൻ തന്നെ ബാന്ദ്രയിലെ ആഡംബര ഹോട്ടലുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പുറം ലോകവുമായി ബന്ധമില്ലാതെ സ്വന്തം പാർട്ടി നേതാക്കളുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഈ ജനപ്രതിനിധികൾ കഴിയുന്നത്. സീറ്റുകൾ നഷ്ടപ്പെട്ടുവെങ്കിലും പോരാട്ട വീര്യം ഒട്ടും ചോർന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഉദ്ധവ് താക്കറെയുടെ പ്രതികരണം. മുംബൈയിൽ ഉദ്ധവ് ബാലാസാഹേബ് താക്കറെ ശിവസേനയുടെ മേയർ വരുമെന്ന് തന്റെ സ്വപ്നമാണെന്നും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം അണികളോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. ഇത് വെറും ഒരു പ്രസ്താവനയല്ല, മറിച്ച് BJPക്കുള്ള ശക്തമായ താക്കീതാണ്. അധികാരവും പണവും ഉപയോഗിച്ച് BJP പിടിച്ചെടുത്ത വിജയം നിലനിർത്താൻ അവർക്ക് കഴിയില്ല എന്ന് താക്കറെ പക്ഷം വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് BJP ഇത്രയേറെ ഭയക്കുന്നത്? ഉത്തരം ലളിതമാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അട്ടിമറികൾ പുത്തിരിയല്ല. ഭരണം തിരിച്ചുപിടിക്കാൻ ഉദ്ധവ് താക്കറെ പക്ഷം ഓപ്പറേഷൻ താക്കറെ പുറത്തെടുക്കുമോ എന്ന ഭയത്തിലാണ് ഏക്നാഥ് ഷിൻഡെയും BJPയും ഉള്ളത്. കേവലം 4 സീറ്റുകൾ മാറിയാൽ മുംബൈയിലെ ഭരണം കീഴ്മേൽ മറിയും. അതുകൊണ്ടാണ് വിജയാഘോഷങ്ങൾക്കിടയിലും കോർപ്പറേറ്റർമാരെ പൂട്ടിയിടേണ്ടി വരുന്നത്. സത്യത്തിൽ മഹാരാഷ്ട്രയിൽ തങ്ങൾ സംസ്ഥാന അധികാരം പിടിക്കാൻ നടത്തിയ കുതിരക്കച്ചവടം താക്കറെയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന ഭയം. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷൻ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബജറ്റ്, ഇതൊക്കെയാണ് BMCയെ രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണിലുണ്ണിയാക്കുന്നത്. RSS ആസ്ഥാനമായ നാഗ്പൂരിൽ പോലും മുസ്ലിം ലീഗ് ജയിച്ചു കയറുന്ന സാഹചര്യം BJPക്ക് വലിയ തിരിച്ചടി നൽകുകയാണ്. ഈ സാഹചര്യത്തിൽ മുംബൈയിലെ അധികാരം എന്ത് വില കൊടുത്തും നിലനിർത്തേണ്ടത് BJPയുടെ അഭിമാന പ്രശ്നമാണ്. എന്നാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ വോട്ടെണ്ണൽ കഴിഞ്ഞ ഉടൻ തന്നെ ഹോട്ടലിലേക്ക് മാറ്റുന്നത് ജനാധിപത്യത്തിന് ചേർന്നതാണോ എന്ന ചോദ്യം ശക്തമായി ഉയരുന്നുണ്ട്. അഴിമതിയും വഞ്ചനയും നടത്തിയാണ് BJP ജയിച്ചത് എന്ന ഉദ്ധവ് താക്കറെയുടെ ആരോപണത്തിന് ഈ ഹോട്ടൽ രാഷ്ട്രീയം കൂടുതൽ ബലം നൽകുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മുംബൈ കോർപ്പറേഷൻ ചിത്രം തെളിഞ്ഞു എന്ന് തോന്നുമ്പോഴും കളി തീർന്നിട്ടില്ല എന്നാണ് അണിയറ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ മുംബൈയിൽ കൂടുതൽ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറും എന്ന് ഉറപ്പാണ്. താക്കറെയുടെ സ്വപ്നം പൂവണിയുമോ അതോ BJP തങ്ങളുടെ 4 സീറ്റുകളുടെ ഭൂരിപക്ഷം കാത്തു സൂക്ഷിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.